മക്കളെ, ഇന്നത്തെ ഫിസിക്സ് ക്ലാസ് ആരംഭിക്കുകയാണ്. പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് എഴുതി പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. രഞ്ജിത്ത് മാഷ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഡ് എന്നിവയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിക്കേണ്ടത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വെലോസിറ്റിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും നല്ലോണം നോട്ട് എഴുതിയെടുക്കുക. വെലോസിറ്റി, ഇന്നത്തെ ടോപ്പിക് വെലോസിറ്റി. വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വി എന്നാണ്. വെലോസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വി എന്നാണ്. നമുക്ക് വെലോസിറ്റി കിട്ടണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് കാണേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സ്പീഡ് എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ തോന്നിക്കുമെങ്കിലും അവ രണ്ടും വ്യത്യസ്തമാണ്. സ്പീഡ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. പക്ഷെ വെലോസിറ്റി കാണണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് കാണുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോ നമുക്ക് ഇതിന് വെലോസിറ്റി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ ഫൈനൽ പൊസിഷനിൽ നിന്ന് ഇനീഷ്യൽ പൊസിഷൻ കുറച്ചാൽ മതി. അപ്പോ ഞാൻ ഇങ്ങനെയാണ് എഴുതുക. എക്സ് ഓഫ് T1, എക്സ് എന്ന് പറയുന്ന പൊസിഷനെ സൂചിപ്പിക്കുന്നു. T1 സമയത്തെ പൊസിഷൻ, അതാണ് എക്സ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട ആൾ, മറ്റൊരാൾ ഡീലാണ് സഫിക്സ് ആണ്. അപ്പൊ എക്സ് ഓഫ് T1 എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷൻ ആവുകയും എക്സ് ഓഫ് T2 എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ ആവുകയും ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ എന്താ എഴുതുക? എക്സ് ഓഫ് T2 മൈനസ് എക്സ് ഓഫ് T1 ഡിവൈഡ് ബൈ സമയം T2 മൈനസ് T1 എന്ന് എഴുതും. അപ്പോ ഞാൻ എപ്പോഴും സമയം 0 നിന്നാണ് മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അങ്ങനെ ആയിക്കോളുന്നില്ല. അപ്പൊ എല്ലായിടത്തേക്കും ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരു വസ്തു 5ാമത്തെ സെക്കൻഡിൽ ഇവിടെ ഇരിക്കുന്നു, 7ാമത്തെ സെക്കൻഡിൽ ഇവിടെ ഇരിക്കുന്നു, 5ാമത്തെ സെക്കൻഡിൽ ഇവിടെ ഇരിക്കുന്നു. ദാറ്റ് ഈസ് എക്സ് ഓഫ് T1. 10ാമത്തെ സെക്കൻഡിൽ ഇവിടെ ഇരിക്കുന്നു. ദാറ്റ് ഈസ് എക്സ് ഓഫ് T2. Then you find the displacement as x of T2 minus x of T1. Okay അല്ലേ? ടൈം ഇന്റർവെല്ലോ ടൈം സെക്കൻഡിൽ നിന്ന് 5 സെക്കൻഡ് കുറയ്ക്കണം അല്ലെ? ഫൈനൽ ടൈമിൽ നിന്ന് ഇനീഷ്യൽ ടൈം കുറയ്ക്കുമ്പോഴാണ് അവിടുത്തെ ടൈം ലിമിറ്റ് കിട്ടുക. അപ്പോ നിങ്ങൾ വെലോസിറ്റി കണ്ടെത്താൻ എന്ത് ചെയ്യുന്നത്? എക്സ് ഓഫ് T2 മൈനസ് എക്സ് ഓഫ് T1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സിമ്പിളി ഇങ്ങനെ എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എസ് ബൈ ടൈം ടി എന്ന് എഴുതട്ടെ വേണമെങ്കിൽ. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ എസ് എന്ന് സൂചിപ്പിക്കുകയും സമയത്ത് നിങ്ങൾ ടി എന്ന് സൂചിപ്പിക്കുകയും ചെയ്ത് എങ്ങനെ എഴുതാം? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് 0 ബൈ ടി എന്ന് എഴുതാം. ചില പുസ്തകങ്ങൾ നോക്കുമ്പോ ഇതുപോലെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ തുടക്കത്തെ സമയത്തായിരുന്നു ടൈം സ്റ്റാർട്ട്സ് ഫ്രം 0. മനസ്സിലായി? പിന്നെ ഇച്ചിരി സമയം കഴിഞ്ഞപ്പോ അപ്പൊ ടി ന്റെ ഞാൻ എങ്ങനെയാണ്? ഒന്നുകിൽ 0 ടി T1 T2 ഇങ്ങനെ പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി എങ്ങനെ എഴുതണം? എക്സ് ഓഫ് T2 മൈനസ് എക്സ് ഓഫ് T1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. ഇതിന് എല്ലാവർക്കും ഉപകരിക്കും. പക്ഷെ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താ എഴുതുന്നത്? എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് 0 എന്നല്ല എഴുതുന്നത്. എക്സ് ഓഫ് 0 സമയം 0 ആയിരിക്കുമ്പോ വസ്തു ഇരിക്കുന്ന സ്ഥലം. മനസ്സിലായി? അപ്പൊ എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് 0 ഡിവൈഡ് ബൈ അടിയിൽ വരുമ്പോ ടി മൈനസ് 0 വരുമ്പോ ടി അല്ലേ അല്ലെ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ ഏത് വേണമെങ്കിലും വെലോസിറ്റി എഴുതാൻ പറ്റും. അപ്പൊ ജനറലി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഓഫ് അല്ലെ പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെ ഡിവൈഡ് ബൈ ടൈം ഉണ്ടായാൽ മതി. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. മനസ്സിലായി? വേണമെങ്കിൽ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ പൊസിഷന് സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുണ്ടാകുന്ന മാറ്റം എന്നർത്ഥം. അതാണ് വെലോസിറ്റി. മനസ്സിലായില്ലേ? വെലോസിറ്റി എന്ന് പറയുന്നത് വസ്തുവിന്റെ പൊസിഷന് സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുണ്ടാകുന്ന മാറ്റം, റേറ്റ് ഓഫ് ചേഞ്ച്. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം. ഇൻസ്റ്റന്റേനിയസ് velocity.
ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കേട്ടോ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വെലോസിറ്റിനെയാണ്. ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റന്റ് ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ പറഞ്ഞത് ഒരു വലിയ ടൈം പീരീഡാണ്. മനസ്സിലായി? ഒരു വലിയ ടൈം ഇന്റർവെല്ലാണ് ഇവിടെ തൊട്ട് ഇവിടത്തോളം എന്ന് പറയുന്നത്. ഈ ഇന്റർവെല്ലിനെ ഞാൻ ചെറുതാക്കി 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 കൊണ്ടുവന്നു. ഇനി ചെറുതാക്കി എത്രയും ഇനി ചെറുതാക്കി എത്രയും 0. മനസ്സിലായി? ആ 0 ആകുന്നതിന് തൊട്ട് മുന്നിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റ്. ഇതിന് വിളിക്കുന്ന എന്താ? ഇന്റർവെൽ ഓഫ് ടൈം. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, 11 മണി മുതൽ 11:10 വരെ, ദാറ്റ് ഈസ് ഇന്റർവെൽ. ദാറ്റ് ഈസ് ഇന്റർവെല്ലിന്റെ വലിപ്പം കുറച്ച് 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 കൊണ്ടുവരും. ഏറ്റവും ചെറുതാക്കി ഇനി കുറച്ച 0. പക്ഷെ അതിന് തൊട്ട് മുന്നിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റ്. മനസ്സിലായി? ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, സമയം എവിടത്തേക്ക് പോകണം? 0ലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അങ്ങനെയാണ് വായിക്കുക. ഇതെന്ന് വായിക്കുക ലിമിറ്റ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയത്തിന്റെ ഏറ്റവും ചെറുതും ഡെൽറ്റ ടി. അത് എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? 0ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 0 ആയിട്ടോ ഇല്ല, ഇത് തൊട്ട് മുന്നിൽ. മനസ്സിലായി? ആ സമയത്ത് ഒരു ചേഞ്ച് ഓഫ് പൊസിഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ എക്സ്. ആ സമയത്ത് ഒരു സമയം ഉണ്ടാവും ഡെൽറ്റ ടി. മനസ്സിലായി? അപ്പൊ ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. മനസ്സിലായോ? അതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇൻസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഇൻസ്റ്റന്റ്. അപ്പോ ആ സമയത്തുള്ള വെലോസിറ്റിയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആ സമയത്തുള്ള വെലോസിറ്റിയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോ സമയത്തിന്റെ ലിമിറ്റ് എങ്ങോട്ട് പോകുന്നു? ടെൻഡൻസി ടു 0 ഗോ ടു 0. അപ്പൊ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അപ്പൊ ആ സമയത്തുള്ള പൊസിഷൻ ചേഞ്ച് ഡെൽറ്റ എക്സ്. ആ സമയത്തുള്ള ടൈം കുഞ്ഞേത് ഡെൽറ്റ ടി. ഇതിന് ഒറ്റ പേരുണ്ട്. അതിനെ dx by dt എന്നാണ് പറയുന്നത്. അപ്പോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റ് എങ്ങോട്ട് പോകണം? 0ലേക്ക് പോകണം. പക്ഷെ 0 ആവുന്നതിന് തൊട്ട് മുന്നിൽ. അപ്പൊ 0 ആവുന്നതിന് തൊട്ട് മുന്നിൽ ഒരു പൊസിഷൻ ചേഞ്ച് ഉണ്ട്. അപ്പൊ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഒരു സമയമുണ്ട് കുഞ്ഞേത്. ശരിയല്ലേ? അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് ബൈ ആ ടൈമാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം മനസ്സിലാവില്ലേ? ഇതേപോലെ നമ്മുടെ കാറിന്റെയും ബൈക്കിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഒരു സ്പീഡോമീറ്റർ ഉണ്ടാവും. കാറിന്റെയും ബൈക്കിന്റെ ഫ്രണ്ടിൽ എന്തുണ്ടാവും? സ്പീഡോമീറ്റർ. അതിന്റെ സൂചി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഓടിക്കുന്ന വേഗതയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ഫസ്റ്റ് ഗിയറിലോട്ടോ സെക്കൻഡ് ഗിയറിലോട്ടോ അപ്പൊ ആ സൂചി മേളിലേക്ക് പോകും. അല്ലെ? ബ്രേക്ക് ചെയ്യുന്ന സൂചി താഴത്തേക്ക് വരും. അപ്പൊ എപ്പോഴെപ്പോഴും തെന്നി നിൽക്കും. ശരിയല്ലേ? അപ്പോ ആ സ്ഥലത്ത് ആ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന സ്പീഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. അപ്പപ്പോഴത്തെ എന്താണ് സ്പീഡാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സ്പീഡോമീറ്ററിൽ നിന്ന് ലഭിക്കുന്ന സ്പീഡ് ആവറേജ് സ്പീഡാണോ, കോൺസ്റ്റന്റ് സ്പീഡാണോ, ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണോ? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. മനസ്സിലായി? അപ്പൊ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് നൽകുന്ന ഒരു ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയണം? സ്പീഡോമീറ്റർ ഓഫ് ദ വെഹിക്കിൾ. അല്ലെ? വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ ആണ് നിങ്ങൾക്ക് എന്ത് നൽകുന്നത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. അതുപോലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഉണ്ട്. ഹൗ ക്യാൻ യു ഫൈൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ആ സമയത്തുള്ള ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഡെൽറ്റ ടി. അതിന്റെ ഒറ്റ പേരാണ് dx by dt. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ, ബുദ്ധിമുട്ടാണ്. കാരണം ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അത് സെക്കൻഡ് ഇയറിലെ പഠിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഇങ്ങനെ കാണാൻ പഠിച്ചു വെക്കാം. dx by dt. ഇനി യൂണിഫോം വെലോസിറ്റി. എന്താണ് യൂണിഫോം വെലോസിറ്റി? എല്ലാ വെലോസിറ്റികളെയും v തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായി? എല്ലാ വെലോസിറ്റികളെയും തന്നെയാണ് റെപ്രസെന്റേഷൻ v തന്നെയാണ്. പക്ഷെ ഓരോന്നിനും അതിന്റേതായ പ്രത്യേകത. മനസ്സിലായി? സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. x of t2 minus x of t1 divided by t2 minus t1. അല്ലെ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, സമയം 0-ലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 0 ആവുന്നതിന് തൊട്ട് മുന്നിൽ ആ സമയത്തുള്ള പൊസിഷൻ ചേഞ്ച് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അല്ലെ. ഇനി യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് സ്പീഡ് എന്നർത്ഥം. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നർത്ഥം. വെലോസിറ്റിക്ക് മാറ്റമില്ല. വെലോസിറ്റിക്ക് മാറ്റമില്ലാതിരിക്കണമെങ്കിൽ തുല്യമായ ഇടവേളകളിൽ തുല്യമായ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. ദാറ്റ് ഈസ് ഒന്നാമത്തെ സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ 2 മീറ്റർ ഡിവൈഡ് ബൈ 1 മനസ്സിലായില്ലേ? അപ്പൊ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മീറ്റർ ഡിവൈഡ് ബൈ 1. അപ്പൊ എത്ര 2 നീട്ടിയില്ലേ? ഇല്ലേ? രണ്ടാമത്തെ സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 4 മീറ്റർ ആയിട്ട്. എത്രയായിരിക്കാം? 4 മീറ്റർ. അപ്പൊ 4 മീറ്റർ ബൈ 2 എന്ന് പറയുമ്പോൾ 2 എന്നതിനെ കിട്ടും. ശരി. മൂന്നാമത്തെ സെക്കൻഡിൽ അപ്പൊ എത്ര മീറ്റർ ആയിരിക്കും? 6 മീറ്റർ. അപ്പൊ തുല്യമായ ഇടവേളകളിൽ തുല്യമായ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ലഭിക്കാം. ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോം വെലോസിറ്റി ഓർ യൂണിഫോം മോഷൻ അപ്പൊ യൂണിഫോം വെലോസിറ്റിയിലുള്ള ചലനമാണ് എന്ത്? യൂണിഫോം മോഷൻ. അപ്പൊ കോൺസ്റ്റന്റ് വെലോസിറ്റി നടത്ത. വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണമെങ്കിൽ എന്തുണ്ടാവണം? തുല്യമായ ഇടവേളകളിൽ തുല്യമായ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണം. ഒന്നാമത്തെ സെക്കൻഡിൽ 2 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡിൽ 4 മീറ്റർ, മൂന്നാമത്തെ സെക്കൻഡിൽ 4-ാമത്തെ സെക്കൻഡിൽ 8 മീറ്റർ. അങ്ങനെ വന്നാൽ എന്ത് കിട്ടുള്ളൂ? കോൺസ്റ്റന്റ് വെലോസിറ്റി കിട്ടുള്ളൂ. അപ്പോ യൂണിഫോം മോഷൻ ഓർ യൂണിഫോം വെലോസിറ്റി മീൻസ് ദ ഡിസ്പ്ലേസ്മെന്റ് ടേക്സ് പ്ലേസ് ഈക്വൽ ചേഞ്ച് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അല്ലെ. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും, യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഓൾസോ കോൾഡ് യൂണിഫോം മോഷൻ. അപ്പൊ ഞാൻ വരയ്ക്കാൻ പോകുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷന്റെ എന്ത് വരയ്ക്കാൻ പോവാണ്? വി ടി ഗ്രാഫ് അല്ലെ. എന്താ? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോ ഞാൻ സമയം വരുമ്പോ സമയം ഞാൻ എവിടെ എടുക്കുക? എക്സ് ആക്സിസ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവരിങ്ങനെ നിർത്താൻ പറ്റില്ല, അവരെ പോയിക്കൊണ്ടിരിക്കും. ആരും ചലനം തടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. മനസ്സിലായി? അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള ടൈം എപ്പോഴും ഏത് ആക്സിസിൽ എടുക്കാം? എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ നിങ്ങൾ എന്തെടുക്കുക? വെലോസിറ്റി എടുക്കുക അല്ലെ. യൂണിഫോം മോഷന്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. യൂണിഫോം മോഷൻ പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി നടത്തപ്പെടുമല്ലോ. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി എടുക്കുന്നല്ലോ. അപ്പൊ വെലോസിറ്റി മാറാൻ പാടില്ല ഇല്ല. അപ്പൊ താങ്കൾ എന്ത് ചെയ്യണം? എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. അപ്പോഴാണ് ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ആണ്. എപ്പോഴും 5 മീറ്റർ പെർ സെക്കൻഡ് സമയം മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായി? വെലോസിറ്റി മാറുന്നുണ്ടോ? കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോം മോഷന്റെ വെലോസിറ്റി ഡയഗ്രാം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയുടെ വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അപ്പൊ ഇവിടെ ഞാൻ 0 സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ T1 സമയത്ത് ഇതേപോലെ വെലോസിറ്റി, T2 സമയത്തും അതേ വെലോസിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ചതുരക്കട്ട കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഇവിടെ ഒരു റെക്ടാംഗിൾ കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ അതങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് വരുന്നത്. എന്നിട്ട് വെറുതെ പേര് കൊടുത്തു ABCD. അപ്പൊ ഞാൻ ഏരിയ ഓഫ് VT ഗ്രാഫ് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. എന്താ കണ്ടുപിടിക്കുന്നത്? ഏരിയ ഓഫ് വെലോസിറ്റി ഡയഗ്രാം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഏരിയ ഓഫ് ചതുരക്കട്ടയുടെ പോലെ, ഏരിയ ഓഫ് റെക്ടാംഗിളിന്റെ പോലെ അല്ലെ. അപ്പോ എന്താ? ഏരിയ ഓഫ് റെക്ടാംഗിൾ ABCD കണ്ടാൽ മതി. റെക്ടാംഗിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ AB ഇൻറ്റു BC കണ്ടാ പോലെ, AB ഇൻറ്റു BC കണ്ടാ പോലെ. ഏരിയ ഇവിടുത്തെ ഒന്നില്ലേ അല്ലെ. അപ്പൊ ഇത് B വെലോസിറ്റി ആണ് വിചാരിക്കുക, 0 കൂടെ അല്ലെ. അപ്പൊ എന്ത് എഴുതുന്നത്? AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B - 0 എന്നല്ലേ എഴുതുന്നത് അല്ലെ. ഇൻറ്റു
BC എന്ന് പറഞ്ഞല്ലോ, BC എന്ന് പറഞ്ഞ വരില്ല. അപ്പൊ ഫൈനൽ ഇംഗ്ലീഷിൽ T2 മൈനസ് T1 അല്ലേ വരിക? T2 മൈനസ് T1. ഓക്കെ, V മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെലോസിറ്റി അല്ലേ മക്കളെ? T2 മൈനസ് T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം അല്ലേ മക്കളെ? അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി സമം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് സമം വെലോസിറ്റി ഇൻടു ടൈം അല്ലെ? അപ്പൊ വെലോസിറ്റി ഇൻടു ടൈം വന്നാൽ നിങ്ങൾ ആ സ്ഥാനത്ത് എന്ത് എഴുതണം? ഡിസ്പ്ലേസ്മെന്റ്. എന്ത് എഴുതണം? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്ന x of T2 മൈനസ് x of T1 എന്നുള്ള രീതിയിൽ ഒന്നും കണ്ടുപിടിച്ചോളുന്നില്ലെന്ന്. കാരണം ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ അതിന്റെ ഷേപ്പ് നോക്കിയിട്ട് ഏരിയ കണ്ടുപിടിച്ചാൽ ചതുരക്കട്ടയുടെ നീളത്തിന്റെ വീതിയാണ് അല്ലെ? മറ്റേ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിലോ ഹാഫ് പി എച്ച് വെച്ച് കാണാം. എന്ത് വെച്ചാണ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് പി എച്ച് വെച്ച് കാണാം. അപ്പൊ ഷേപ്പ് നോക്കിയിട്ട് ചെയ്തുകൂടെ അല്ലെ? അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഗുണം എന്താ? ആ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഞാൻ പൊസിഷൻ ടൈം ഗ്രാഫ് കാണും. അതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പൊ എസ് ടി എന്നോ അല്ലെങ്കിൽ എക്സ് ടി എന്നൊക്കെ പറയട്ടെ. എക്സ് എന്ന് പറഞ്ഞ പൊസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ എന്തെടുത്തു? എക്സ് ആക്സിസിന് എന്തെടുത്തു? സമയം എക്സ് ആക്സിസിന്. വൈ ആക്സിസിന് ഞാൻ എന്തെടുത്തു? പൊസിഷൻ. എന്തെടുത്തു? പൊസിഷൻ അല്ലെ? യൂണിഫോം മോഷൻ അല്ലേ? അപ്പൊ കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലേ? അപ്പൊ ഇവിടെ പൊസിഷൻ അല്ലേ? അപ്പൊ തുല്യമായ ഇടവേളകളിൽ തുല്യമായ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും വേണ്ടേ? അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ദാറ്റ് ഈസ് അല്ലെ? നോക്കാം, 1 1 2 2 3 3 അങ്ങനെ പോകുമ്പോഴല്ലേ കോൺസ്റ്റന്റ് ഉണ്ടാ അല്ലെ? അപ്പൊ പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രൈറ്റ് ലൈൻ കിട്ടും. പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ശരി. അപ്പൊ താങ്കൾ വിചാരിക്കുക ഇതായിരുന്നു ഇവിടെ 0 തന്നെ. അപ്പൊ ഇതാണ് T1 അല്ലെ? ഇതാണ് T2 അല്ലെ? അപ്പൊ ഈ സമയം ഇതാണ് പൊസിഷൻ T1 ഉള്ള പൊസിഷൻ. അപ്പൊ x of T1 ശരിയല്ലേ? ഇതാണ് T2 ലെ പൊസിഷൻ x of T2. ഓക്കെ, അപ്പൊ താങ്കൾ ഇവിടെ ഒരു എന്ത് കിട്ടിയില്ലേ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയില്ലേ? താങ്കൾ ഇവിടെ തീറ്റ എന്ന് രേഖപ്പെടുത്തുന്നു. എന്ത് രേഖപ്പെടുത്തുന്നു? തീറ്റ. അപ്പൊ ഞാൻ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാൻ തീരുമാനിച്ചു. എന്ത് കാണാൻ തീരുമാനിച്ചു? സ്ലോപ്പ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ എന്ത് കാണാൻ തീരുമാനിച്ചു? സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റയാണ് സ്ലോപ്പ്. ടാൻ തീറ്റയാണ് സ്ലോപ്പ്. ഈ ഗ്രാഫിലെ ടാൻ തീറ്റയാണ് സ്ലോപ്പ്. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABC ടാൻ ഫംഗ്ഷൻ കണ്ടെത്തുക. ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ BC ഡിവൈഡ് ബൈ ആരാണ്? AB. BC ഡിവൈഡ് ബൈ AB. അപ്പൊ നിങ്ങൾ XT ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാം. സ്ലോപ്പ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ആംഗിൾ മാർക്ക് ചെയ്യുന്നതിന് ടാൻ കണ്ടാൽ മതി. Y കോർഡിനേറ്റിന്റെ വില, Y ആക്സിസിലെ വില ബൈ X ആക്സിസിലെ വിലയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതിനിങ്ങനെ ട്രയാംഗിൾ തീറ്റ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷൻ ഉണ്ടാവും? ട്രിഗണോമെട്രിയില് സൈൻ കോസ് ടാൻ. അതിലേതാണ് ടാൻ. ടാൻ തീറ്റ BC ബൈ AB അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പറയും? BC ഇവിടുത്തെ വരില്ലേ? അപ്പൊ ഇവിടുത്തെ വരില്ലേ? പറ x of T2 മൈനസ് x of T1. AB എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വരില്ലേ? അപ്പൊ ഇവിടുത്തെ വരില്ലേ? അപ്പൊ ഡിവൈഡ് ബൈ T2 മൈനസ് T1. ഇത് നേരത്തെ പറഞ്ഞിട്ടില്ല. ഇതാണ് വെലോസിറ്റി. ആരാണ്? വെലോസിറ്റി. അപ്പൊ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും? വെലോസിറ്റി. അപ്പൊ ഗ്രാഫ് തന്നിട്ട് നിങ്ങൾക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. എങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുക?
വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതിന് 2-3 രീതിയിൽ എഴുതാൻ പറ്റും. ഒന്നുകിൽ ഏറ്റവും സിമ്പിൾ എസ് ബൈ ടി, പിന്നെ എക്സ് ഓഫ് ടി2 മൈനസ് എക്സ് ഓഫ് ടി1 ഡിവൈഡ് ബൈ ടി2 മൈനസ് ടി1. ഇനി 0 തുടങ്ങുന്ന രൂപം വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് 0 ഡിവൈഡ് ബൈ ടി മാത്രം വരും. കാരണം ടി മൈനസ് 0 വരുമ്പോൾ ടി അല്ല വരിക അല്ല. പിന്നെ ഞാൻ പറഞ്ഞത് വ്യത്യസ്ത തരത്തിലുള്ള വെലോസിറ്റികൾ ഉണ്ട് അല്ലെ. എന്തുണ്ടെങ്കിലാ യൂണിഫോം വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, വേരിയബിൾ വെലോസിറ്റി എന്നാണെങ്കിൽ പറയാം. വേരിയബിൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിസ്പ്ലേസ്മെന്റുകളിൽ പല ടൈപ്പിൽ. അപ്പൊ കോൺസ്റ്റന്റ് വാല്യൂ വരില്ലല്ലോ. അപ്പൊ വേരിയബിൾ മാറ്റമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് ഈ പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ചും വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ചും അവയുടെ ഉപകാരങ്ങളാണ് പറഞ്ഞത് അല്ലെ. എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഗുണം? എന്താ? ഏരിയ കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഗുണം എന്താ? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. പറഞ്ഞ കാര്യം മനസ്സിലായി. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് പഠിക്കും. താങ്ക് യു.